ഇന്ന് ഷീലാമ്മയുടെ സ്പെഷ്യൽ കരിമീൻ കറി കണ്ടാലോ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ദിവസം വൈകുന്നേരം വേമ്പോൾ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ തേവള്ളിയിൽ നിന്ന് നല്ല കരിമീൻ വാങ്ങിയിട്ട് വന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കരിമീനായിരുന്നു. കട്ട് ചെയ്താണ് കൊണ്ടുവന്നതെങ്കിലും ബാക്കി പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കണ്ടേ. ഷീലാമ്മ ഗോതമ്പ് പൊടിയും വിനിഗറും ഉപ്പും കൂടെ ചേർത്താണ് കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്ന മീനൊക്കെ. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കരിമീനെ ഒന്ന് നന്നായിട്ട് തേച്ചുരച്ച് കഴുകാനായിട്ട് ഞങ്ങൾ പുറത്ത് കല്ലിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് ഒന്ന് കണ്ടിട്ട് വരാം. Chicks down in Texas, all the way to New Orleans, where the girls cook catfish, and in LA, every chick's an act. ഇതിൽ ഒരെണ്ണം ഫ്രൈ ചെയ്യാനും ബാക്കി കറി വയ്ക്കാനുമാണ്. അപ്പോൾ ഷീലാമ്മ അത് ഫ്രൈ ചെയ്യുന്നതിൻ്റെയും കറി വയ്ക്കുന്നതിൻ്റെയൊക്കെ മോഡലിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. Chicks down in Texas, all the way to New Orleans, where the girls cook catfish, and in LA, every chick's an actress. Hollywood status with the shaded glasses. To Detroit, yeah, the place that I rest, where the ladies got asses and love live sex. And Hot Atlanta, y'all, is one of the best, where they speak Southern slang and smoke license. And New York women are way too fresh, too much on your mind, let me ease that stress. I wish you all were mine, it's so selfish. Maybe I'm feeling myself too much, I guess. But to my ladies all across the globe, in small towns that I don't even know, to all local international. അങ്ങനെ മീനിൻ്റെ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ കുക്കിംഗ് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉലുവാപ്പൊടിയും കൂടി ചെറിയ ചൂട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. കറിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചതിന് ശേഷം ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ചതച്ചതും കൂടെ ആഡ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ പച്ചനിറം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ, ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്ന, അതും കൂടെ ആഡ് ചെയ്യുക. അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുടംപുളിയും ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിള വന്നതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. Chicks down in Texas, all the way to New Orleans, where the girls cook catfish, and in LA, every chick's an actress. Hollywood status with the shade. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് നമ്മളിതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല, മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മുടെ കരിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്